നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് മുൻ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്നാണ് ആവശ്യം. ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് നൽകാനായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം. അതിനിടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റിയിലെ വിലയിരുത്തൽ. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, കാട്ടാക്കടയിൽ പി. കെ. കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിൽ തിരുവനന്തപുരം മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ആർ ശ്രീലേഖയ്ക്കായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഓഫർ നൽകിയത്. എന്നാൽ ഇത് മറികടന്നാണ് കെ. സുരേന്ദ്രന്റെ രംഗപ്രവേശം. മത്സരിക്കുന്നെങ്കിൽ വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്നാണ് കെ. സുരേന്ദ്രന്റെ ആവശ്യം. കെ. സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കണമെന്നും സുരേന്ദ്രൻ പക്ഷം ആവശ്യപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് തീരുമാനിച്ച ആളാണ് ആർ ശ്രീലേഖ. എന്നാൽ അന്ന് നീക്കം തടഞ്ഞത് വി. മുരളീധരൻ പക്ഷമായിരുന്നു. വട്ടിയൂർക്കാവ് കൂടി വി. മുരളീധരൻ പക്ഷം ലക്ഷ്യമിടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പുതിയ പ്രതിസന്ധിയാകും. ഈ മാസം 11-ന് അമിത്ഷാ പങ്കെടുക്കുന്ന സംസ്ഥാന നേതൃത്വ യോഗത്തിലായിരിക്കും തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തൽ. രാജീവ് ചന്ദ്രശേഖറിന്റെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്നും വിമർശനമുയർന്നു. ക്രിസ്ത്യൻ വോട്ടുകൾക്ക് പിറകെ പോയത് ഹിന്ദു വോട്ടുകൾ നഷ്ടമാക്കിയെന്നും കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി. ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ 1.3% മാത്രമാണ് വിജയിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.